സോ ഇതിൽ നമുക്ക് നെക്സ്റ്റ് സ്യൂഡോ കോഡ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. സോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ സ്യൂഡോ കോഡ് ത്രൂ നമ്മൾ അതെങ്ങനെ ചെയ്യുന്നു. ഇറ്റ്സ് ബേസിക്കലി ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആക്ച്വൽ പ്രോഗ്രാമിംഗ്. അതായത് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രോഗ്രാമിംഗ് അല്ല, അത് മനുഷ്യർക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കുന്ന ഒരു സിമ്പിൾ കോഡ് മാത്രമാണ്. അത് പ്രോഗ്രാമുമായിട്ട് ഏറെക്കുറെ അടുത്തിരിക്കും, എന്നാൽ അത് പ്രോഗ്രാം അല്ലതാണ്. It is a way to describe a computer program's logic in plain, structured language without worrying about the specific syntax required by a പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ചില സ്പെസിഫിക് സിൻടാക്സുകൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ ഈ സിൻടാക്സ് അറിയില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമിനകത്ത് ഒരുപാട് എറർ വരും. പക്ഷേ സ്യൂഡോ കോഡിൻ്റെ കേസിൽ നമ്മൾ ആ സിൻടാക്സ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ഒരു സ്ട്രക്ചർ മാത്രം അവിടെ എഴുതി വെച്ചാൽ മതി. സോ വൈ സ്യൂഡോ കോഡ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവിടെ ക്ലാരിറ്റി ഉണ്ടാവും. അതായത് നമ്മൾ പ്രോഗ്രാമിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, എവിടെ നിന്ന് എങ്ങോട്ട് പോകണം, എട്ടുകൾ നമുക്കുണ്ട്, ഇതിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ക്ലാരിറ്റി നമുക്ക് സ്യൂഡോ കോഡിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിൻടാക്സിൻ്റെ ഒരു പ്രോബ്ലംസ് ഒന്നും നമുക്കവിടെ വരില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ് സ്യൂഡോ കോഡ്. അത് ഓരോ പ്രോഗ്രാമിങ്ങിനനുസരിച്ചിട്ട് സാധനങ്ങൾ മാറി വരില്ല, എല്ലാത്തിനും കോമൺ ആയിട്ട് തന്നെ നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയാൽ മതി. ഫ്ലോ ചാർട്ടും സ്യൂഡോ കോഡും കൂടെ കമ്പയർ ചെയ്യുമ്പം ഫ്ലോ ചാർട്ടിൻ്റെ മുകളിൽ സ്യൂഡോ കോഡിന് വരുന്ന ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലോ ചാർട്ടിൽ ജസ്റ്റ് ഡയഗ്രാംസ് മാത്രമായിരിക്കും. പക്ഷേ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് ഒരു ആസ് എ പ്രോഗ്രാമർ നോക്കുന്ന സമയത്ത് പ്രോഗ്രാമിങ്ങുമായിട്ട് കൂടുതലായിട്ട് അടുത്ത് കിടക്കുന്നത് സ്യൂഡോ കോഡാണ്. സോ ഇറ്റ് ഈസ് ഈസി ടു കൺവേർട്ട് ടു എ പ്രോഗ്രാം. പക്ഷേ ഒരു ഫ്ലോ ചാർട്ടിൽ എന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്. ഈ ഡ്രോയിങ്ങിനെ നമ്മൾ പ്രോഗ്രാമിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത്രയ്ക്ക് എളുപ്പമല്ല, അതിൽ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇറ്റ്സ് ക്ലോസ് ടു റിയൽ കോഡ് പറഞ്ഞു, കോഡിങ്ങുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് കിടക്കുന്നതാണ് സ്യൂഡോ കോഡ്. പിന്നെ നമുക്ക് ടൈം എഫിഷ്യൻസിയും കൂടെ അവിടെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ മുകളിൽ വരുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ നമ്മൾ കോമൺ ആയിട്ട് സ്യൂഡോ കോഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോമൺ ഫീച്ചേഴ്സ് ഓഫ് സ്യൂഡോ കോഡ്. ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ ഓപ്പറേഷനാണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടു, ഓരോ 1, 2, 3 ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ ഇറ്റ്സ് ബേസിക്കലി എ സീക്വൻഷ്യൽ ഓപ്പറേറ്റർ. അതേപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. നമ്മളവിടെ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ, ആ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബ്ലോക്ക് ദെൻ എന്ത് ചെയ്യണം, അത് അല്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഇഫ് നമുക്ക് യൂസ് ചെയ്യാം, എന്നിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ദെൻ, ഇതൊന്നും അല്ലെങ്കിൽ എൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് സ്യൂഡോ കോഡിൽ യൂസ് ചെയ്യാം. ഇത് തന്നെ നമുക്ക് ഇതേപോലെ പ്രോഗ്രാമിങ്ങിലും യൂസ് ചെയ്യാം. സോ നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. സോ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് നമ്മളെപ്പോഴും പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പിറ്റീഷൻ. അതായത് നമുക്കറിയാം ഒരു പ്രോസസ്സ് തന്നെ എഗെയിൻ മേ ബി ഒരു 100 ടൈംസ് ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലൂപ്സുകൾ യൂസ് ചെയ്യാം. അതിന് റെപ്പിറ്റീഷൻസ് അല്ലെങ്കിൽ ലൂപ്സ് എന്ന് പറയും. പല ടൈപ്സ് ഓഫ് ലൂപ്സ് ഉണ്ട്. ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. ആ ലൂപ്സുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ലൂപ്പ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്യണം. ഫോർ സപ്പോസ് ഒരു 3 ടൈംസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു തവണ നമ്മൾ ചെയ്ത് ബൾബ് മാറ്റി നോക്കിയിട്ട് ബൾബ് വർക്കായില്ല. അപ്പോൾ നമ്മുടെ കയ്യിലൊരു 3 or 4 ബൾബ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ബൾബും ഓരോ തവണ ഇട്ട് നോക്കുക. സോ ഒരു 3 ടൈംസ് ബൾബ് ഇട്ട് നോക്കുമ്പോൾ 3ാമത്തെ ബൾബാണ് നമ്മുടെ കയ്യിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് സപ്പോസ് ഒരു 3 or 4 തവണ അല്ലെങ്കിൽ ഒരു 100 തവണ നമുക്കൊരു സാധനം റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പറയാം റിപ്പീറ്റ് ദിസ് 100 ടൈംസ് എന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. സോ ലൂപ്സുകൾ നമുക്കവിടെ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് പിന്നീട് വരുന്ന ഒരു സാധനം എന്ന് പറയുന്നതാണ് സ്റ്റോറേജ്. സോ ഇത് നമ്മൾ പ്രോഗ്രാമിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് ഒരു വേരിയബിൾ ഉണ്ട്, ആ ഒരു വേരിയബിളിനകത്തേക്ക് നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുക. അതും നമുക്ക് സ്യൂഡോ കോഡിൽ പറയാൻ പറ്റും. സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ഒരു ന്യൂ ബൾബ് എന്ന് പറയുന്നൊരു സാധനം സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ
കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് 8 എന്ന് പറഞ്ഞ ഒരു നമ്പർ സ്റ്റോർ ചെയ്യാണ്. സോ ഈ സ്റ്റോറിങ് ഒക്കെ ബേസിക്കലി നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. സോ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു റിലേഷൻ നമുക്ക് മനസ്സിലാവും. അടുത്ത് വരുന്ന മെയിൻ ഫീച്ചർ എന്ന് പറയുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് കൺട്രോൾ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ബൾബ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ക്വിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സപ്പോസ് നമുക്കൊരു 2-3 ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 5ലേക്ക് പോവുക, അല്ലെങ്കിൽ വേറെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു ലൈനിൽ നിന്ന് തൊട്ടടുത്ത ലൈനിലേക്ക് പോവാതെ വേറെ ഏതെങ്കിലും ഒരു ലൈനിലേക്ക് പോവുക എന്നൊക്കെ നമുക്ക് ഇത് സ്യൂഡോ കോഡിൽ കൊടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് പ്രോഗ്രാമിങ്ങിലും സാധിക്കുന്ന കാര്യമാണ്. സോ പ്രോഗ്രാമിങ്ങിൽ അതിൻ്റേതായിട്ടുള്ള മെത്തേഡുകളുണ്ട്, പക്ഷേ ഇതിന് നമുക്ക് ജസ്റ്റ് പറയാം ഇന്ന സ്റ്റെപ്പിലേക്ക് പോവാം. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്യൂഡോ കോഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ബ്രേസസ് ആണ്. അതായത് നമ്മൾ വെറുതെ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എഴുതി പോകുന്നതിന് പകരം നമുക്കിതിനെ ഡിഫറെൻറ്റ് ബ്ലോക്കുകളായിട്ട് ഡിഫൈൻ ചെയ്യാം. സോ ബ്ലോക്കുകളായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ ഓരോ ബ്ലോക്കിനെയും നമുക്ക് ഇതുപോലെ ബ്രേസസിനകത്ത് യൂസ് ചെയ്യാം. അത് സിമ്പിൾ ബ്രേസസോ അല്ലെങ്കിൽ ഡബിൾ ബ്രേസസോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇഫ് ബൾബ് ഈസ് ബേൺഡ് ഔട്ട് ദെൻ റീപ്ലേസ് ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇഫ് കണ്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നമ്മളിവിടെ ഒരു ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദെൻ എന്താണോ സംഭവിക്കേണ്ടത് അത് നമ്മൾ മറ്റൊരു ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ വി ആർ ഡിഫൈനിങ് ആസ് എ ബ്ലോക്ക്. ഈ ഇഫിലല്ല നടക്കുന്നതെങ്കിൽ എൽസ് എന്തായിരിക്കണം നടക്കേണ്ടത് അത് നമ്മൾ ഇതുപോലെ മറ്റൊരു ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോ സെക്ഷൻസുകൾ വേണമെങ്കിൽ ഇതുപോലെ ബ്രേസസിനകത്ത് കൊടുക്കാവുന്നതാണ്. സോ ഇങ്ങനെയും നമുക്ക് സ്യൂഡോ കോഡിനകത്ത് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കുന്ന രീതിയിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ ഇതുപോലെ നമുക്ക് സ്യൂഡോ കോഡിനകത്ത് ചെയ്യാവുന്നതാണ്. റിഗാർഡ്ലെസ് ഓഫ് വെദർ യു യൂസ് സ്യൂഡോ കോഡ് ഓർ ഫ്ലോ ചാർട്ട്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ടെസ്റ്റ് യുവർ അൽഗോരിതം ബൈ മെന്റലി വാക്കിംഗ് ത്രൂ ഈച്ച് സ്റ്റെപ്പ്. സോ നമ്മൾ പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് നമ്മളിപ്പം സ്യൂഡോ കോഡാണോ അതോ ഫ്ലോ ചാർട്ടാണോ എന്താണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതൊന്ന് ജസ്റ്റ് മൈൻഡിലൂടെ ഒന്ന് പോയി നോക്കുക. ഇതൊക്കെ ശരിയാണോ, നമ്മളുടെ ഓരോ പ്രോസസ്സും ഓരോ സ്റ്റെപ്സുകളും ശരിയാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റിംഗ് ദ പ്രോഗ്രാം ആണ്. സോ പ്രോഗ്രാം റൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാം ആണെന്ന് ഡിസൈഡ് ചെയ്യണം. നമ്മൾ ഏത് പ്രോഗ്രാം ആണോ എഴുതുന്നത് ആ പ്രോഗ്രാമിൻ്റെ ബേസിക് സിൻടാക്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ സ്യൂഡോ കോഡിനെ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിനെ നമുക്കൊരു പ്രോഗ്രാമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ഈസ് എ പ്രോഗ്രാം? ആക്ച്വലി നമ്മളുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കീവേഡുകളാണ്. നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ പ്രോഗ്രാമാണ്. ട്രാൻസ്ഫോം അൽഗോരിതം ഇൻറ്റു കോഡ്. സോ കോഡ് എന്നാണ് നമ്മളവിടെ പറയുക. അൽഗോരിതം നമ്മൾ ചെയ്ത ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ സ്യൂഡോ കോഡോ അതിനെ നമ്മൾ കോഡായിട്ട് അല്ലെങ്കിൽ സോഴ്സ് കോഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ദാറ്റ് കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. സ്യൂഡോ കോഡ് ഹ്യൂമന് മനസ്സിലാവുന്ന സാധനമാണ്. സോ അതിനെ നമ്മൾ കോഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലേക്ക് മാറ്റുന്നു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പ്രോസസ്സിംഗ് ലാംഗ്വേജ്. സപ്പോസ് നമുക്കറിയാം നമ്മളിപ്പോൾ ആവറേജ് കാണുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ ഉണ്ട്. സോ ആ മാത്തമെറ്റിക്കൽ ഇക്വേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും. ഓക്കെ, സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാത്തമെറ്റിക്കൽ സിൻടാക്സ് കൂടെ നമ്മളവിടെ അറിഞ്ഞിരിക്കണം. ദെൻ റീഡബിലിറ്റി. സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മനുഷ്യന് മനസ്സിലാവുന്ന പാറ്റേൺ ആണ്. പക്ഷേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനാണ് കൂടുതലായിട്ട് മനസ്സിലാവുക. സോ അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കുറച്ചുകൂടെ പ്രോഗ്രാംസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സോ എക്സിക്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ ബേസിക്കലി സംഭവിക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മനുഷ്യന് കുറച്ചുകൂടെ മനസ്സിലാവുന്നതാണ്. പക്ഷേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതുപോലെയല്ല കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുക. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് നമ്മൾ മാറ്റണം. എന്നിട്ട് അത് റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത സാധനം ഓക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഡിഫറെൻറ്റ് ഇൻപുട്സുകൾ കൊടുത്ത് നമ്മൾക്ക് വേണ്ട റിസൾട്ടാണോ നമുക്കവിടെ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. സോ സ്യൂഡോ കോഡിൽ നിന്ന് പ്രോഗ്രാമിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ അത് സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോഴ്സ് കോഡ് ഡീറ്റെയിൽസ് നോട്ട് ഡിസ്കസ്ഡ്. നമ്മളുടെ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തിനെ മനസ്സിലാക്കി അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ എങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാം എന്നുള്ളതാണ്.
ലാംഗ്വേജ് വൾണറബിലിറ്റി ഇസ് സോഴ്സ് കോഡ് വിൽ വേരി ഡിപ്പെൻഡ് ഓൺ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അനുസരിച്ചിട്ട് മാറി മാറി വരും നമ്മുടെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടൊരു സാധാരണ ലാംഗ്വേജിൽ എഴുതുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ പൈതൺ ആണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സി ലാംഗ്വേജ് ആണോ, C++ ആണോ, അല്ലെങ്കിൽ R ആണോ, ഏത് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണെങ്കിലും അതിനനുസരിച്ചിട്ട് സിൻടാക്സിലും കീവേഡിലും ഒക്കെ മാറ്റങ്ങൾ വരും. സോ അത് നമ്മൾ മനസ്സിലാക്കണം. സോ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമേ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി നമ്മളത് പഠിക്കുന്ന സമയത്ത് ഇനീഷ്യലി ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്കത് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ പ്രിസൈസ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോ ടാസ്കുകളും പെർഫോം ചെയ്യണം. പിന്നെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് സിൻടാക്സ്. അതായത് നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും പ്രോഗ്രാം എഴുതേണ്ടത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കോമയാവാം, അല്ലെങ്കിൽ ഒരു സെമികോളൻ ആവാം, അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ് ആയിരിക്കാം. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടറിന് തന്നെ അത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അവിടെ എറർ കാണിക്കും. സോ അതുകൊണ്ട് സിൻടാക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. സോ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യുക. കറക്റ്റായിട്ട് സിൻടാക്സ് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ദർ വിൽ ബി എറേഴ്സ്. ഓക്കെ, സോ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സ്യൂഡോ കോഡാണ് ഇത്. നമ്മൾ കണ്ട ഗ്രേഡ് കാണുന്നതിൻ്റെ ഒരു സ്യൂഡോ കോഡാണിതെങ്കിൽ അതിനെ നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, C പ്രോഗ്രാമായിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, നമ്മളവിടെ ഒരു ഇനീഷ്യൽ സം എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ നമ്മൾ 0 ആയിട്ട് കൊടുക്കുന്നു. ദെൻ ഗ്രേഡ്സുകളെല്ലാം ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പോൾ n ടൈംസ് n ഗ്രേഡ്സ് ഉണ്ടെങ്കിൽ അത് ഓരോ തവണയും ഇതിനെ എടുത്ത് ആഡ് ചെയ്ത് ലാസ്റ്റിൽ 6th സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഈ ആഡ് ചെയ്തതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് കാണുകയാണ്. ദെൻ അത് പ്രിന്റ് ചെയ്യാണ്. പക്ഷേ അതേ സെയിം സാധനം നമ്മൾ സിയിൽ എഴുതുമ്പോൾ ഇവിടെ സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇൻറ്റിജറായി ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് അത് 0 ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഗ്രേഡുകൾ ഇതിലേക്ക് x എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. അതൊരു ഫോർ ലൂപ്പിനകത്തൂടെ ഓരോ എത്ര എണ്ണം ഉണ്ടോ അത്രയും തവണ അത് റൺ ചെയ്ത് ആഡ് ചെയ്ത് സം എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് ഇടുന്നു. എന്നിട്ട് ആ സം എന്ന് പറയുന്ന വേരിയബിളിനെ അതിൻ്റെ ടോട്ടൽ എക്സിനകത്ത് എത്ര എണ്ണം ഉണ്ടോ അതുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്യൂഡോ കോഡ് ആൻഡ് ആക്ച്വൽ പ്രോഗ്രാം. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ after writing the program and compiling the program, run it to ensure it solve the problem. സോ ചില സമയത്ത് നമ്മൾ പ്രോഗ്രാം എഴുതിയാലും പ്രോഗ്രാം റൺ ആവും, പക്ഷേ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടിയെന്ന് വരില്ല. സോ നമുക്കവിടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളത് റൺ ചെയ്ത് കഴിഞ്ഞാലും ചില സമയത്ത് നമുക്ക് പ്രോഗ്രാം ബഗ്സുകൾ ഉണ്ടാവും. ബഗ്സ് എന്നാണ് അതിൻ്റെ ടേം. അതായത് പ്രോഗ്രാം നമ്മൾ എഴുതുന്നതിനകത്ത് എന്തെങ്കിലും ഇക്വേഷനകത്തോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എറേഴ്സ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകളായിരിക്കില്ല കിട്ടുക. അങ്ങനെയുള്ളതിനെയാണ് ബഗ്സ് എന്ന് പറയുക. സോ ഡെഫിനിഷൻ ഓഫ് ബഗ്സ് എന്ന് പറഞ്ഞാൽ എറർ ഇൻ എ പ്രോഗ്രാം ദാറ്റ് കോസ് ഇൻകറക്റ്റ് ഓർ അൺഡിസൈർഡ് റിസൾട്ട് ആർ കാൾഡ് ബഗ്സ്. പ്രോഗ്രാം റണ്ണ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രോഗ്രാം റണ്ണാവും, പക്ഷേ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിസൈർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കില്ല. അതിനെയാണ് നമ്മൾ ബഗ്സ് എന്ന് പറയുക. പിന്നെ വരുന്നത് പ്രോഗ്രാമേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഫിക്സിങ് ദ ബഗ്. നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനകത്തുള്ള ബഗ്ഗുകൾ ഫിക്സ് ചെയ്യുക എന്നുള്ളത് പ്രോഗ്രാമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുശേഷം ടെസ്റ്റ് നമുക്ക് ചെയ്യാം. സപ്പോസ് നമ്മൾ ചെയ്ത സാധനം റണ്ണായി കഴിഞ്ഞു, ഇതിനകത്തേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഔട്ട്പുട്ടുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മളവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. സോ നമുക്ക് അറിയില്ല ഇൻപുട്ടുകൾ എന്തൊക്കെയായിരിക്കും അതിനകത്ത് പോകുന്നത് എന്നുള്ളത്. സോ നമുക്ക് ഓൾറെഡി അറിയുന്ന കുറച്ച് ഇൻപുട്ടുകൾ ഇട്ടിട്ട് നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകളാണോ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഡീബഗിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ഫിക്സിങ് ബഗ് ഇൻ എ കോഡ്. സോ നമുക്ക് കോഡിനകത്ത് ഉണ്ടാവുന്ന ബഗ്ഗുകളെ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഡീബഗിങ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ബഗ്സുകളുള്ള പ്രോഗ്രാം ആയിരിക്കണം ഏറ്റവും നന്നായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരിക. സോ
ബഗ്സുകളും എറേഴ്സുകളും ഒക്കെ നമ്മൾ എപ്പോഴും ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. സോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയ പ്രോഗ്രാം റണ്ണായി ഓക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ട ഔട്ട്പുട്ടുകളാണോ അവിടെ കിട്ടുന്നത്, അതായത് ഡിസൈർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ തന്നെയാണോ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. സോ നമ്മൾക്ക് വേണ്ടത് എന്താണോ, ചിലപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഗ്രാഫായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചാർട്ടായിട്ടായിരിക്കാം, ഒരു പൈ ചാർട്ടായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ പേരിൻ്റെ നേരെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള പല രീതിയിലുള്ള ഔട്ട്പുട്ടുകളായിരിക്കും വേണ്ടത്. എന്താണോ നമുക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാണോ, അതിൻ്റെ പൊസിഷൻ ശരിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തേ പറ്റുള്ളൂ. സോ റിസൾട്ട് മേ ബി നീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. സോ ഔട്ട്പുട്ട് കിട്ടിയ സാധനം വെരിഫൈ ചെയ്തിട്ട് അതിൽ നമുക്ക് എവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണോ, അതല്ല അതിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യണോ. ചിലപ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് മെത്തേഡിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കില്ല, മേ ബി ഇറ്റ് ടേക്സ് മോർ ടൈം ടു റൺ. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിനെ ഒന്നുകൂടെ നമ്മളൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യുക, അതിനെ ഒന്നുകൂടെ റീഡു ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഇവാലുവേഷന് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പ്രോഗ്രാമിങ്ങിലേക്ക് നമ്മൾ സോൾവ് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലേക്ക് എത്തുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ നമുക്ക് വരുന്ന ടോപ്പിക്സുകൾ. ഇനി കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ ഒരു സെക്ഷൻസിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് സാമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾ ഒരുവിധം ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിനകത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക, എക്സാംസിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. സോ ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലം ആൻഡ് വെൽ ഡിഫൈൻഡ് പ്രോബ്ലം, അത് നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ അൽഗോരിതംസ്, ഹ്യൂറിസ്റ്റിക്സ്, മീൻ ആൻഡ് അനാലിസിസ്, അതൊക്കെ എന്താണെന്നുള്ളത്, അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസുകളും സാമ്പിൾസുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക, ഇതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുക. സോ ഈ 2024 സാമ്പിൾ ക്വസ്റ്റ്യൻസുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ട് ദീസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഇൻ ദ എക്സാംസ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.